റാഡിക്കൽ റീഡിങ്ങിലേക്കും അഫർമേഷൻ ചാൻഡിങ്ങിലേക്കും ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഓരോ റാഡിക്കൽ റീഡിങ്ങും നമ്മുടെ ശരീരത്തിലെ ഊർജ കേന്ദ്രങ്ങളായ ചക്രാസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. അതിൽ മേജർ ചക്രയും മൈനർ ചക്രയും ഉൾപ്പെടുന്നു. ഇന്ന് നമുക്ക് ഏത് ചക്രയാണ് കണക്റ്റഡ് ആകുന്നത്, പ്രപഞ്ചം എന്താണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്ന് നോക്കാം. എഫക്റ്റീവ് പ്രൊപ്പോസിഷൻ ചക്രയാണ് ഇന്നത്തെ റീഡിങ്ങിന് കിട്ടിയിരിക്കുന്നത്. പ്രപഞ്ചം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നിങ്ങളുടെ ജ്ഞാനം നന്നായി വിനിമയം ചെയ്യാനുള്ള ഓർമ്മപ്പെടുത്തൽ. ഇതിൻ്റെ മെറ്റാഫിസിക്കൽ തലത്തിലേക്ക്, അതിഭൗതിക തലത്തിലേക്ക് നമുക്ക് പോകാം. കാരുണ്യവും കുലീനതയും നിങ്ങളുടെ കൂടെ പിറപ്പാണ്. എല്ലാവർക്കും നല്ലത് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. മറ്റുള്ളവർ വേദനിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയവും വേദനിക്കുന്നു. അനന്തരഫലങ്ങൾ മുൻകൂട്ടി കാണാൻ കഴിയുന്നതിനാൽ ചുറ്റുമുള്ളവരെ ഉപദേശിക്കാൻ നിങ്ങൾ തൽപരനാണ്. പക്ഷേ കഥ മുഴുവൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഇരുണ്ട പാതയുടെ അറ്റത്ത് ഒരു മെഴുകുതിരി വെളിച്ചമുണ്ട്. രാവിൻ്റെ അവസാനം പ്രഭാതമുണ്ട്. എല്ലാം അസ്ഥിരമാണ്. എല്ലാത്തിലും ഒരു അനുഗ്രഹം അടങ്ങിയിട്ടുണ്ട്. വളരെ തീവ്രവും പ്രതികൂലവുമായ ഒരു ഘട്ടം കടന്നു മാത്രമേ ആ അനുഗ്രഹം നേടാനാവൂ എന്നത് ആത്മാവിൻ്റെ തീരുമാനമാകാം. നിങ്ങളുടെ ദർശനവും ജ്ഞാനവും അല്പം കൂടി വികസിപ്പിക്കാനായാൽ ജീവിതമെന്ന അത്ഭുത സൃഷ്ടിയെ നിങ്ങൾക്ക് കൂടുതൽ ആഴത്തിൽ മനസ്സിലാകും. ചിലപ്പോൾ ഈ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയാൽ മാത്രമേ അവരുടെ ചിറകുകൾക്ക് പറക്കാനുള്ള കരുത്ത് കിട്ടൂ. നിങ്ങളുടെ ജ്ഞാനം അനുസരിക്കാതിരിക്കുമ്പോൾ അവർ ഒരു പക്ഷേ ദൈവീകമായ ജ്ഞാനം അറിയുന്നുണ്ടാകും. അഫർമേഷൻ: ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ എൻ്റെ ഉപദേശത്തെ വിലമതിക്കാൻ ഞാൻ മറ്റുള്ളവരെ ക്ഷണിക്കുന്നു. ഈ അഫർമേഷൻ നമ്മൾ 21 ടൈംസ് ആണ് ചാൻഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് ചാൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് കേട്ടിരിക്കാം. ഏത് സമയം വേണമെങ്കിലും നിങ്ങൾക്കിത് കേൾക്കാവുന്നതാണ്. നിങ്ങളുടെ ഏതെങ്കിലും പ്രശ്നങ്ങൾക്ക് ഈ ഒരു അഫർമേഷൻ അനുകൂലമാണെന്ന് തോന്നിയാൽ നിങ്ങൾക്കത് കണ്ടിന്യൂസ് ആയിട്ട് 21 ഡേയ്സ് ഇത് കേട്ട് ഇതിനോടൊപ്പം ചാൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അഫർമേഷൻ ചാൻഡിങ്ങിലേക്ക് പോകാം. വളരെ കംഫർട്ടബിളായിട്ടിരിക്കുക. ശ്വാസത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ശ്രദ്ധാപൂർവം അഫർമേഷൻ ചാൻഡിങ്ങിലേക്ക് ഇരിക്കുക. നമുക്ക് അഫർമേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ എൻ്റെ ഉപദേശത്തെ വിലമതിക്കാൻ ഞാൻ മറ്റുള്ളവരെ ക്ഷണിക്കുന്നു. ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ എൻ്റെ ഉപദേശത്തെ വിലമതിക്കാൻ ഞാൻ മറ്റുള്ളവരെ ക്ഷണിക്കുന്നു. ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ എൻ്റെ ഉപദേശത്തെ വിലമതിക്കാൻ ഞാൻ മറ്റുള്ളവരെ ക്ഷണിക്കുന്നു. ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ എൻ്റെ ഉപദേശത്തെ വിലമതിക്കാൻ ഞാൻ മറ്റുള്ളവരെ ക്ഷണിക്കുന്നു. ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ എൻ്റെ ഉപദേശത്തെ വിലമതിക്കാൻ ഞാൻ മറ്റുള്ളവരെ ക്ഷണിക്കുന്നു. ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ എൻ്റെ ഉപദേശത്തെ വിലമതിക്കാൻ ഞാൻ മറ്റുള്ളവരെ ക്ഷണിക്കുന്നു. ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ എൻ്റെ ഉപദേശത്തെ വിലമതിക്കാൻ ഞാൻ മറ്റുള്ളവരെ ക്ഷണിക്കുന്നു. ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ എൻ്റെ ഉപദേശത്തെ വിലമതിക്കാൻ ഞാൻ മറ്റുള്ളവരെ ക്ഷണിക്കുന്നു. ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ എൻ്റെ ഉപദേശത്തെ
വിലമതിക്കാൻ ഞാൻ മറ്റുള്ളവരെ ക്ഷണിക്കുന്നു. ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ എൻ്റെ ഉപദേശത്തെ വിലമതിക്കാൻ ഞാൻ മറ്റുള്ളവരെ ക്ഷണിക്കുന്നു. ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ എൻ്റെ ഉപദേശത്തെ വിലമതിക്കാൻ ഞാൻ മറ്റുള്ളവരെ ക്ഷണിക്കുന്നു. ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ എൻ്റെ ഉപദേശത്തെ വിലമതിക്കാൻ ഞാൻ മറ്റുള്ളവരെ ക്ഷണിക്കുന്നു. ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ എൻ്റെ ഉപദേശത്തെ വിലമതിക്കാൻ ഞാൻ മറ്റുള്ളവരെ ക്ഷണിക്കുന്നു. ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ എൻ്റെ ഉപദേശത്തെ വിലമതിക്കാൻ ഞാൻ മറ്റുള്ളവരെ ക്ഷണിക്കുന്നു. ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ എൻ്റെ ഉപദേശത്തെ വിലമതിക്കാൻ ഞാൻ മറ്റുള്ളവരെ ക്ഷണിക്കുന്നു. ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ എൻ്റെ ഉപദേശത്തെ വിലമതിക്കാൻ ഞാൻ മറ്റുള്ളവരെ ക്ഷണിക്കുന്നു. ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ എൻ്റെ ഉപദേശത്തെ വിലമതിക്കാൻ ഞാൻ മറ്റുള്ളവരെ ക്ഷണിക്കുന്നു. ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ എൻ്റെ ഉപദേശത്തെ വിലമതിക്കാൻ ഞാൻ മറ്റുള്ളവരെ ക്ഷണിക്കുന്നു. ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ എൻ്റെ ഉപദേശത്തെ വിലമതിക്കാൻ ഞാൻ മറ്റുള്ളവരെ ക്ഷണിക്കുന്നു. ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ എൻ്റെ ഉപദേശത്തെ വിലമതിക്കാൻ ഞാൻ മറ്റുള്ളവരെ ക്ഷണിക്കുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. ലവ് യു ആൾ. അടുത്ത റാഡിക്കൽ റീഡിങ്ങിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.